റഷ്യയുടെ സൈനിക മേധാവിയായ കിർലോവിനെ വധിച്ച കേസിലെ പ്രതിയെ കണ്ടെത്തി റഷ്യൻ സൈന്യം. 29കാരനായ ഉസ്ബെക്കിസ്ഥാൻ യുവാവാണ് അദ്ദേഹത്തെ കൊല്ലാനുള്ള മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയത്. സ്ഫോടനത്തിലാണ് കിർലോവ് കൊല്ലപ്പെട്ടത്. ഉക്രൈൻ സർക്കാർ പറഞ്ഞതനുസരിച്ചാണ് താൻ കൊല നടത്തിയതെന്ന് പിടിയിലായ യുവാവ് സമ്മതിച്ചു. ഇതോടുകൂടി റഷ്യ ഉക്രൈൻ യുദ്ധം പുതിയൊരു ഗതിവിഗതികളിലേക്ക് പോവുകയാണ്. കിർലോവിന്റെ വധത്തിന് തങ്ങൾ പ്രതികാരം ചെയ്യുമെന്ന് റഷ്യ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു. കിർലോവ് ചില്ലറക്കാരനല്ല. റഷ്യയുടെ മാരകമായ ആയുധങ്ങളുടെ എല്ലാം മനസാക്ഷി സൂക്ഷിപ്പുകാരനായിരുന്നു. അല്ലെങ്കിൽ മാരകമായ ആയുധങ്ങളൊക്കെ എങ്ങനെ പ്രയോഗിക്കണം എന്നറിയാവുന്ന വ്യക്തിയായിരുന്നു കിർലോവ്. ഉക്രൈനിൽ കിർലോവിന്റെ നിർദ്ദേശപ്രകാരം രാസായുധം പ്രയോഗിക്കപ്പെട്ടു എന്നാണ് ഉക്രൈൻ പറയുന്നത്. അതിന് പ്രതികാരമായിട്ടാണ് റഷ്യൻ മണ്ണിൽ വെച്ച് കിർലോവിനെ വധിച്ചിരിക്കുന്നത്. ഉക്രൈനുമായുള്ള യുദ്ധത്തിൽ റഷ്യ മുന്നേറുമ്പോൾ കിർലോവിന്റെ വധം അവർക്കൊരു തിരിച്ചടിയായി മാറി. റഷ്യയിലെ രഹസ്യ അന്വേഷണ ഏജൻസിയൊക്കെ ഞെട്ടിച്ചുകൊണ്ടാണ് കിർലോവിനെ സ്ഫോടനത്തിൽ കൊന്നത് ഉക്രൈൻ. അതിനുള്ള തിരിച്ചടി ഉറപ്പാണെന്ന് പുടിൻ പറഞ്ഞു കഴിഞ്ഞു. കിർലോവിന് പകരം സെലൻസ്കിയുടെ തലയെടുക്കാൻ പുടിൻ തീരുമാനിച്ചു കഴിഞ്ഞു. സെലൻസ്കിയുടെ വധശിക്ഷ ഉടൻ നടപ്പാകുമെന്നാണ് റഷ്യൻ പ്രതിരോധ മന്ത്രി പറഞ്ഞത്. എന്തായാലും കിർലോവിന്റെ വധം ഈ യുദ്ധത്തിൽ ഒരു ദിശാമാറ്റത്തിന്റെ സൂചകമായി മാറിയിരിക്കുന്നു. കിർലോവ് റഷ്യയിലെ ഏറ്റവും ഉന്നതനായ സൈനിക മേധാവിയാണ്. പുടിന്റെ വലം കൈയാണ്. യുദ്ധതന്ത്രങ്ങൾ മെനയുന്നതിൽ സമർത്ഥനാണ്. അദ്ദേഹത്തെയാണ് ഉക്രൈൻ റഷ്യൻ മണ്ണിൽ വെച്ച് കൊന്നു തള്ളിയത്. അത് ഉക്രൈൻ സ്ഥിരീകരിക്കുകയും ചെയ്തു. ഞങ്ങൾ തന്നെയാണ് കിർലോവിനെ കൊന്നത്. അത് ഉക്രൈൻ സ്ഥിരീകരിച്ചതോടുകൂടി യുദ്ധം വഴിമാറിയിരിക്കുന്നു. അമേരിക്കയും ബ്രിട്ടനും എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്ന ഒരവസ്ഥയാണ്. കിർലോവിന്റെ വധം എരുതിയിൽ എണ്ണ ഒഴിക്കുന്നതിന് തുല്യമായി എന്നാണ് അമേരിക്കയും ബ്രിട്ടനും ഒക്കെ കരുതുന്നത്. സത്യവുമാണ്. എരുതിയിൽ എണ്ണ ഒഴിക്കുന്നതിന് തുല്യമായിരുന്നു കിർലോവിനെ റഷ്യൻ മണ്ണിൽ വെച്ച് വധിച്ചത് ഉക്രൈൻ. അതിന് പ്രതികാരമായി ഉക്രൈൻ പ്രസിഡന്റിനെ തന്നെ വധിക്കാൻ, തല തന്നെ എടുക്കാൻ റഷ്യ തീരുമാനിച്ചിരിക്കുന്നു. യുദ്ധം ഇവിടം കൊണ്ടൊന്നും തീരുന്നില്ല എന്നതിന്റെ സൂചനയും ലഭിച്ചു കഴിഞ്ഞു. ട്രംപ് അധികാരത്തിൽ വന്ന ശേഷം ഉക്രൈനും റഷ്യയും തമ്മിലുള്ള വൈരം തീർക്കുമെന്നൊക്കെ പറഞ്ഞിരുന്നു. കാരണം പുടിന്റെ അടുത്ത സുഹൃത്താണ് ട്രംപ്. അതുകൊണ്ട് തന്നെ ഉക്രൈൻ റഷ്യ യുദ്ധം നിർത്താൻ വേണ്ടി, സമാധാനപരമായി അവസാനിപ്പിക്കാൻ വേണ്ടി താൻ ഇടപെടുമെന്ന് ട്രംപ് പറഞ്ഞിരുന്നു. അതിനിടയിലാണ് കിർലോവിന്റെ വധം നടന്നിരിക്കുന്നത്. ട്രംപിന്റെ സമാധാന ശ്രമങ്ങൾക്ക് ശക്തമായ തിരിച്ചടിയാണ് കിർലോവിന്റെ വധം. കിർലോവിന്റെ വധം ഇപ്പോൾ ഉക്രൈൻ സ്ഥിരീകരിച്ച സ്ഥിതിക്ക് ഇനി അങ്ങോട്ട് റഷ്യയുടെ നീക്കങ്ങൾക്ക് ചടുലതയും തീവ്രതയും ഏറും എന്നുള്ളത് ഉറപ്പാണ്. റഷ്യ ഇതുവരെ ഉക്രൈനെ കണ്ടിരുന്നത് തങ്ങളുടെ മിസൈലുകൾ പരീക്ഷിക്കാനുള്ള പരീക്ഷണശാലയായി മാത്രമാണ്. നാറ്റോ രാജ്യങ്ങൾ ഒന്നടങ്കം ഉക്രൈന്റെ പിന്നിൽ അണിനിരന്നിട്ടും റഷ്യക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല. റഷ്യയുടെ ശക്തിക്ക് ഒരു ചോർച്ചയും വന്നിട്ടില്ല. പക്ഷേ കിർലോവിന്റെ വധം റഷ്യക്ക് ഞെട്ടലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിന് തിരിച്ചടി റഷ്യ കൊടുക്കും എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പാണ്. അത് സെലൻസ്കിയുടെ വധത്തിലൂടെയാകുമോ, ഉക്രൈൻ പൂർണ്ണമായും പിടിച്ചെടുത്തുകൊണ്ടാകുമോ എന്നുള്ളതാണ് ഇനി അറിയേണ്ട കാര്യം.